ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഏത് പാഠം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സന്യാസിയും ശിഷ്യൻ. എല്ലാവർക്കും പാഠം ഇഷ്ടമായില്ലോ? പാഠഭാഗം എല്ലാവരും വായിച്ചാ? നോട്ട്സൊക്കെ എഴുതിയെടുത്താ? എഴുതിയെടുത്തു അല്ലേ? അപ്പൊ ആ പാഠഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? നല്ല പാഠല്ലേ? ചെറിയ കഥയാണ്. സന്യാസിയും ശിഷ്യനും തമ്മിലുള്ള ഒരു ചെറിയ കഥയാണ് ആ പാഠഭാഗം. അതായത് നമുക്ക് ഉപയോഗമില്ലാതായിട്ടൊരു വസ്തുവും ഈ ഭൂമിയിലില്ല. ഒരു ഉപയോഗം കഴിഞ്ഞത് മറ്റു പല കാര്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന സന്ദേശമാണ് ആ പാഠഭാഗം നമുക്ക് തരുന്നത്. ഇപ്പൊ ഇവിടെ ശിഷ്യൻ അദ്ദേഹത്തിന് പുതിയ വസ്ത്രം വാങ്ങിയപ്പോൾ പഴയ വസ്ത്രം പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായി സന്യാസിയോട് പറയുന്നു. അപ്പൊ ആ ശിഷ്യൻ ചെയ്ത പോലെ മറ്റു ശിഷ്യന്മാരും അങ്ങനെ ചെയ്യാനായിട്ട് ആരാവശ്യപ്പെട്ട്? സന്യാസി. അപ്പോൾ സന്യാസി ശിഷ്യന് എന്തുപദേശമാണ് നൽകുന്നത്? പ്രകൃതിയിലെ വിഭവങ്ങളെല്ലാം മിതമായി പ്രയോജനപ്പെടുത്തണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വെള്ളമാണെങ്കിൽ ധാരാളമായിട്ട് ഉപയോഗിക്കരുത്, ആവശ്യത്തിന് മാത്രം പ്രയോജനപ്പെടുത്തണം. നമ്മൾ വെള്ളം പൈപ്പ് തുറന്നിട്ട് ധാരാളം വെള്ളം വെറുതെ കളയും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കൈ കഴുകുകയാണെങ്കിൽ കൈ കഴുകുക, കുളിക്കാനാണെങ്കിൽ അതിൻ്റെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കൂ. അത് പ്ലാസ്റ്റിക് ആയാലും വലിച്ചെറിയരുത്. അത് എവിടെയെങ്കിലും പ്ലാസ്റ്റിക് വിക്ഷേപിക്കുന്ന കൊട്ടയിൽ നിങ്ങൾ ഇട്ടിരിക്കണം. ആ പ്ലാസ്റ്റിക് വെറുതെ കത്തിച്ചാൽ അതിന്റെ മണം കാരണം ഈ വായു മലിനമാകും. പല അസുഖങ്ങൾക്കും, മാരകമായ പല അസുഖങ്ങൾക്കും അത് കാരണമായി ഭവിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ബിസ്ക്കറ്റ് തിന്നു, കവർ ദൂരെ എറിയുക, ഒന്നും ചെയ്യരുത്. അതെവിടെയാണോ നിങ്ങൾ ഇടുന്നത്, വേസ്റ്റ് ബാസ്ക്കറ്റ് ഏതാണോ അവിടെ തന്നെ ഇട്ടേക്കണം. ഇനി നമ്മൾ ആ പാഠം മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ അഭ്യാസ പ്രവർത്തനങ്ങളാണ് ഇന്ന് മാം പറഞ്ഞു തരുന്നത്. അതിലെ അർത്ഥമുണ്ട്, പര്യായപദങ്ങളുണ്ട്, പൂരിപ്പിക്കാനായിട്ടുണ്ട്, പിന്നെ ചോദ്യോത്തരങ്ങളുണ്ട്. ഇത്രയുമാണ് ആ പാഠഭാഗത്തുള്ളത്. അർത്ഥമയം പഠിച്ചു കഴിഞ്ഞതാണ്. അത് മാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ് അർത്ഥങ്ങൾ ഇല്ലേ? ചോദിക്കട്ടെ, എല്ലാവരും റെഡിയായോ? മാം ചോദിക്കാൻ പോവാണ്. ചോദിക്കട്ടെ. വസ്ത്രം എന്താണ് മീനിങ്? വസ്ത്രം എല്ലാവരും പഠിച്ചതാണല്ലോ. വസ്ത്രം എന്താണ്? പര്യായപദത്തിലും പഠിച്ചിട്ടുണ്ട്. വസ്ത്രം എന്ന് പറഞ്ഞാല് തുണി. നിലം, തറ. ഉപയോഗശൂന്യം, ഉപയോഗിക്കാൻ കഴിയാത്തത്. മന്ദഹാസം, പുഞ്ചിരി. ഇല്ലേ? അർത്ഥം എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ. അടുത്തത് പര്യായപദം. വസ്ത്രം പര്യായം എന്താ? 2 പദങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ് വസ്ത്രം പര്യായം? ആട, ചേല. വസ്ത്രം പര്യായം ആട, ചേല. ലോകം പര്യായം വിശ്വം, ഉലകം. ലോകം പര്യായം വിശ്വം, ഉലകം. ഇനി നമുക്ക് പൂരിപ്പിക്കാനുള്ള ഭാഗമാണുള്ളത്. അപ്പോൾ പൂരിപ്പിക്കാനുള്ള ടെസ്റ്റിലുണ്ട്. ബോർഡും എഴുതിയിട്ട് നിങ്ങൾ അതിന്റെ ഉത്തരം ഞാൻ പറയുമ്പോൾ അതേ ബോർഡിൽ നോക്കി വായിക്കുമ്പോൾ കറക്റ്റ് ആൻസർ പറയണം കേട്ടോ. എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കൂ. പൂരിപ്പിക്കുക. ബ്രാക്കറ്റിലെ 2 പദങ്ങൾ തന്നിട്ടുണ്ട്. മിതമായി, നിലം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പ്രകൃതി വിഭവങ്ങളെ ഏറ്റവും ഡാഷായി ഉപയോഗിക്കുക. പ്രകൃതി വിഭവങ്ങളെ ഏറ്റവും ഡാഷ് ഏതാണ്? മിതമായി. കണ്ട, മിതമായി. ഇതാണ് ഡാൻസ് ചെയ്തത്. മിതമായി. പ്രകൃതി വിഭവങ്ങളെ ഏറ്റവും മിതമായി ഉപയോഗിക്കുക. അടുത്ത ചോദ്യം നോക്കൂ, വായിക്കൂ. അത് ഡാഷ് തുടയ്ക്കാനായി ഉപയോഗിക്കുന്നു. അത് എന്തിനാണ്? ആ തുണി എന്ത് തുടയ്ക്കാനായിട്ടാണ് ഉപയോഗിച്ചത്? അവസാനം നിലം. ഇവിടെ എന്താണ് എഴുതേണ്ടത്? നിലം. നമ്മുടെ ബ്രാക്കറ്റിലല്ല, നിലം. അത് നിലം തുടയ്ക്കാനായി ഉപയോഗിക്കുന്നു. 2 പൂരിപ്പിക്കുക നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ഏതാണ്? പ്രകൃതി വിഭവങ്ങളെ ഏറ്റവും മിതമായി ഉപയോഗിക്കുന്നു. അടുത്തതോ? അത് നിലം തുടയ്ക്കാനായി ഉപയോഗിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി നമുക്ക് അതിലെ ചോദ്യോത്തരങ്ങളാണ് ഉള്ളത്. ചോദ്യം ഞാൻ വായിക്കാം, നിങ്ങൾക്ക് അപ്പൊ ഉത്തരം ഓർമ്മയിൽ വരണം. സന്യാസിയോട് ശിഷ്യൻ എന്താണ് ആവശ്യപ്പെട്ടത്? ചോദ്യം ക്ലിയർ ആയില്ലോ? സന്യാസിയോട് ശിഷ്യൻ എന്താണ് ആവശ്യപ്പെട്ടത്? എന്താവശ്യപ്പെട്ടത്? ശിഷ്യനെ ധരിക്കാനായിട്ട് പുതിയ വസ്ത്രം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്താവശ്യപ്പെട്ടത്? തനിക്ക് ധരിക്കാനായി പുതിയ വസ്ത്രം വേണമെന്നാണ് ശിഷ്യൻ ആവശ്യപ്പെട്ടത്. അടുത്ത ചോദ്യം. പഴയ വസ്ത്രം എന്തു ചെയ്തു? പഴയ വസ്ത്രം എന്താ ചെയ്തത്? പഴയ വസ്ത്രം വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു. അപ്പൊ ആദ്യം എന്തിനാ ഉപയോഗിച്ചത്? കിടക്കവിരി. രണ്ടാമത് എന്താ ഉപയോഗിച്ചത്? കിടക്കവിരി എന്താ ഇത്? ജനൽമറയായിട്ടിട്ടു.
ജനൽമറ എന്ത് ചെയ്തു? ചൂടുള്ള പാത്രങ്ങൾ ഇറക്കി വെക്കാനുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തുണിയെ മാറ്റി. പിന്നെന്താ ചെയ്തത്? ആ കഷ്ണം എന്ത് ചെയ്തു? അതുവരെ ഉപയോഗിച്ചിരിക്കുന്ന ചൂടുപാത്രങ്ങൾ പിടിക്കാനുള്ള തുണി പിന്നീട് എന്താ ഉപയോഗിച്ചത്? നിലം തുടയ്ക്കാനായിട്ട് ഉപയോഗിച്ചു. അപ്പൊ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് അത് പഴയ വസ്ത്രം വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു. കിടക്കവിരി എന്തായിട്ടാണ് ഉപയോഗിച്ചത്? കിടക്കവിരി എന്തായിട്ട് ഉപയോഗിച്ചത്? ജനൽമറ. കിടക്കവിരി എന്തായിട്ട് ഉപയോഗിച്ചത്? ജനൽമറ. അപ്പോൾ എല്ലാവരും ഉത്തരങ്ങളൊക്കെ മനസ്സിലായി. ടെസ്റ്റ് വായിക്കണം, നോട്ട്സ് എഴുതിയിരിക്കണം. 5 times നിങ്ങൾ എന്ത് ചെയ്യണം? റഫ് ബുക്കിൽ എഴുതി പഠിക്കണം. നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും